പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടി ജീവിച്ചിരിക്കാൻ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബോധത്തോടെ, കൃപയോടെ ജീവിച്ചിരിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുവദിച്ചിരിക്കുന്നു. ഒരുപാട് നന്ദി പറയാം. ഈ എറണാകുളം പട്ടണത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഓടുന്ന ഒരു പട്ടണമാണിത്. ബസ് നിറച്ച് മിക്കവാറും യാത്രക്കാരുമുണ്ട്. ഒരിക്കലും ഒരമ്മ 3 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കയറി. തിരക്കായിരുന്നു കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. എന്നാലും അമ്മ നിന്നുകൊണ്ട് പോയി കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്നു. എളിയിലെടുത്ത് പിടിച്ചു. തിരക്കായതുകൊണ്ട് താഴെ നിർത്തുന്നില്ല, എടുത്ത് കൈ പിടിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഈ തിരക്കും ബഹളവും കൊണ്ടിട്ട് കൊച്ചിനെന്തോ അസ്വസ്ഥതയുണ്ടായി. കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് വലിയ പ്രശ്നമായി. അമ്മ കരയാതിരിക്കാൻ വേണ്ടി എടുത്ത് മടിയിൽ വെച്ച് അവനെ കളിപ്പിക്കുന്നു. പക്ഷേ അവനതൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. അവൻ ചവിട്ടും തൊഴിയും തുടങ്ങി. അമ്മ നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞിനെ പിടിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, അവൻ സഹിക്കുന്നില്ല. ഓട്ടം ബഹളം ഉണ്ടാക്കി ചവിട്ടി അമ്മയുടെ സാരി കുത്തഴിഞ്ഞു പോയി. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെയും പിടിച്ചു, മറ്റേ കൈ കൊണ്ട് സാരിയും പിടിച്ചു. വണ്ടി നിറച്ച ആളുണ്ട്. നാട്ടുകാരെല്ലാം, ഈ വണ്ടിയിലുള്ളവരെല്ലാം ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നാണക്കേട് കൊണ്ട് സഹിക്കാൻ വയ്യ. അതിലേറെ കുഞ്ഞിനെ വിടാൻ ഒക്കുമോ, കുഞ്ഞിനെ പിടിക്കാൻ ഒക്കുമോ? ഒരു കൈ കൊണ്ട് സാരിയും പിടിച്ചു, മറ്റേ കൈ കൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് അങ്ങനെ വിഷമിക്കുന്ന കണ്ടപ്പോൾ ആ ഡ്രൈവർ ഒരു വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി കൊടുത്തു. അപ്പോൾ ഒരു സ്ത്രീ കൂടെ അവരുടെ കൂടെ താഴെ ഇറങ്ങി. അവരിങ്ങനെ സാരി വാരി കൈ പിടിച്ച്, മറ്റേ കയ്യിൽ കുഞ്ഞിനെയും പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി. അടുത്ത് കണ്ട വീട്ടിലേക്ക് ആ സ്ത്രീ കയറി. കൊച്ചുമായിട്ട് കൂടെ ചെന്ന ഇറങ്ങിച്ചെന്ന സഹോദരിയും കൂടെ സഹായിച്ചു. അവസാനം ആ വീട്ടിൽ കയറി അവരെ ഡ്രസ്സെല്ലാം നേരെ ഉടുത്ത് തിരിച്ച് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞിൻ്റെ അറിവില്ലായ്മയാണെന്ന് ഈ അമ്മയ്ക്കറിയാം. അമ്മയെ അത്രയേറെ ബുദ്ധിമുട്ടിച്ചു. അമ്മയ്ക്ക് നാണക്കേടും വിഷമവും വേദനയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കുഞ്ഞിനെ വിട്ടില്ല. അതുപോലെ തന്നെ സാരിയും വിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കൊച്ച് ശാന്തമായി സാവകാശം മറ്റൊരു ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഇതുപോലെ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെല്ലാം. എത്ര ചവിട്ടി പൊളിച്ചാലും ഇതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. പോയാലും നശിച്ചു പോകും. സഭാധികാരികൾക്കും ഒക്കെ അതിനെപ്പറ്റി നല്ല ബോധമുണ്ട്. കാരണം സഭ വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. സഭയെ വെറുത്തു പോയവരും സഭയെ ഉപേക്ഷിച്ച് പോയവരും സഭയെ ചീത്ത പറഞ്ഞു പോയവരും ഒക്കെ ഉണ്ട്. പക്ഷേ പിൽക്കാലത്ത് അതെല്ലാം നശിച്ചു പോവുകയാണ്. എന്നാൽ സഭ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ വളഞ്ഞ വഴി ജീവിക്കുന്ന പുരോഹിതരൊക്കെ പോയാൽ ദൈവജനം എങ്ങും പോവില്ല. കാരണം കത്തോലിക്കനെന്ന് പറയുന്ന ആ പേരിനും ആ വിശ്വാസത്തിനും അതിലെ കൂദാശകൾക്കും അതിലെ ജീവിതത്തിനും ഒത്തിരി വിലയുണ്ടെന്ന് വിശ്വാസിക്കറിയാം. ഈ അച്ഛന്മാരുടെ പേടി മുഴുവൻ ഇതാണ്. അവരെ പുറത്താക്കിയാൽ ദൈവജനം കൂടെ പോവില്ല, ഉറപ്പാണ്. ആരും പുറത്ത് പോകാതിരിക്കട്ടെ എന്നല്ലേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. ഈ അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുന്ന ഈ കത്തോലിക്ക സഭയെ ഇനിയും ചവിട്ടിക്കൂട്ടാൻ ഒരുങ്ങരുത്. ഭീകരമായ ഒരവസ്ഥയായിരിക്കും. നമുക്ക് ഈ സഹിക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് നശിപ്പിക്കാൻ ഒരുങ്ങരുത്. ആ അമ്മ സഹിക്കുമെന്ന് വിചാരിച്ച ആ കുഞ്ഞ് വീണ്ടും ചവിട്ടുകയാണെങ്കിൽ നിവൃത്തികേട് കൊണ്ട് എന്ത് ചെയ്യും? എന്നാലും ഇട്ടിട്ട് പോവല്ല എന്ന് പറഞ്ഞതുപോലെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കാൻ, നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തിന്മയൊന്ന് കഴുകി കളയണം. ഏതായാലും അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ കരിക്കുറി പെരുന്നാളിൻ്റെ അന്ന് 1 മണിക്കൂർ ആരാധനയുടെ മുമ്പിലിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിയുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. ആയിരിക്കുന്ന സ്ഥലം ദൈവസാന്നിധ്യം നിറഞ്ഞതാണ്. ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ നിൽക്കുന്ന സ്ഥലത്ത് കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു മനോഹരമായ ദിവസം പ്രാർത്ഥന ഉയർത്തി ഈ തിന്മ കെട്ടടങ്ങുവാനും അതിനെ തല്ലിക്കെടുത്തുവാനും സാത്താനെ തല്ലി ഓടിക്കുവാനുമുള്ള വഴികൾ തുറക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക മാത്രമല്ല കമൻറ്റ് ഇടണം കേട്ടോ, മറക്കല്ലേ. നമുക്ക് സഭയോട് ചേർന്നും ദൈവത്തോട് ചേർന്ന് ഒന്നിച്ച് പോകാവുന്നേ. നമ്മളെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളല്ലേ. ആമേൻ.